വ്യത്യസ്തവും കൗതുകകരവുമായ കഥ പറച്ചിലിലൂടെ ഒട്ടനവധി കൊച്ചു മനുഷ്യരെ വെച്ച് വിനയൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അത്ഭുത ദ്വീപ്. മലയാളത്തിലെ ഏറ്റവും മികച്ച ഫാൻറ്റസി മൂവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിത്രത്തിൽ പൃഥ്വിരാജും ഗിന്നസ് പക്രുവുമായിരുന്നു നായകന്മാർ. സിനിമ റിലീസ് ചെയ്ത് 19 വർഷം കഴിയുമ്പോൾ വിനയൻ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. പൃഥ്വിരാജ് ആടുജീവിതം എന്ന ചിത്രത്തിലൂടെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്നതിൻ്റെ സന്തോഷവും വിനയൻ പങ്കിടുന്നുണ്ട്. 2005 ഏപ്രിൽ 1 അത്ഭുത ദ്വീപ് റിലീസ് ചെയ്തത്. പരിമിതമായ ബഡ്ജറ്റിൽ ആയിരുന്നെങ്കിലും ഗിന്നസ് പക്രു ഉൾപ്പെടെ 300ഓളം കൊച്ചു മനുഷ്യരെ പങ്കെടുപ്പിച്ച് വലിയ ക്യാൻവാസിലായിരുന്നു ചിത്രം പൂർത്തിയാക്കിയത്. അത്ഭുത ദ്വീപും സത്യവുമൊക്കെ കഴിഞ്ഞ് 19 വർഷത്തിനു ശേഷം ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് ഇന്ന് അന്തർദേശീയ തലത്തിൽ ശ്രദ്ധ നേടുന്ന നടനായി മാറിയിരിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. അത്ഭുത ദ്വീപ് ഷൂട്ട് ചെയ്യുമ്പോഴുള്ള സംഘടനാ പ്രശ്നങ്ങളും പൃഥ്വിക്കുണ്ടായിരുന്ന വിലക്കും അതിനെ തരണം ചെയ്തതുമൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ രസകരമായി തോന്നുന്നു. അത്ഭുത ദ്വീപിൻ്റെ 2ാം ഭാഗം കൂടുതൽ ഭംഗിയായി ഒരു വലിയ ചിത്രമായി പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ കഴിയുമെന്ന് കരുതുന്നു എന്നാണ് വിനയൻ കുറിച്ചത്. പിന്നാലെ നിരവധി പേരാണ് ആശംസകളുമായി രംഗത്തെത്തിയത്. എപ്പോഴും ആവർത്തിച്ച് കാണുന്ന സിനിമകളിൽ ഒന്നാമത് അത്ഭുത ദ്വീപ് എന്നും ഇവർ പറയുന്നു.